മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്നും ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ ചെലവൂർ വേണു അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന ചേരുന്നുണ്ട്. മേഘ്ന, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, അല്പസമയത്തിന് മുന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ സിനിമാ പ്രസ്ഥാനങ്ങളുടെ, ഫിലിം സൊസൈറ്റികളുടെ ചാലശക്തിയെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ചെലവൂർ വേണു അന്തരിക്കുന്നത്. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജ രോഗങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുറച്ച് അധികം കാലമായി ചികിത്സയിലായിരുന്നു. ശേഷം അല്പസമയം മുൻപെയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ചെലവൂർ വേണു എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് ജില്ലയിലെ എന്നല്ല, കേരളത്തിലെ തന്നെ സാഹിത്യ രംഗത്തും ചലച്ചിത്ര നിരൂപണ രംഗത്തും മാധ്യമ രംഗത്തും ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് അത് അത്രത്തോളം വലുതാണ്. അങ്ങനെ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ നിരൂപണത്തിലേക്കും സാഹിത്യ ലോകത്തിലേക്കും കടന്നു വന്ന വ്യക്തിയായിരുന്നു ചെലവൂർ വേണു. അതിനുശേഷം ഒരു മാധ്യമ ലോകത്ത് വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചെലവൂർ വേണു. അങ്ങനെ കോഴിക്കോട് അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കൂടാതെ സൈക്കോ മനഃശാസ്ത്ര മാസികയുടെ പത്രാധിപരായിരുന്നു. മനസ്സ് ഒരു സമസ്യ, മനസ്സിന്റെ വഴികൾ തുടങ്ങി പ്രശസ്തമായ ഒട്ടേറെ സൈക്കോസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ചെലവൂർ വേണുവിൻ്റെതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാള സാഹിത്യ ലോകത്ത്, മലയാള ചലച്ചിത്ര നിരൂപണ രംഗത്ത്, സിനിമാ ലോകത്ത് അത്രയേറെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ചെലവൂർ വേണു. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, മലയാള സാഹിത്യ ലോകത്തെ കോഴിക്കോടേക്ക് അടുപ്പിക്കാൻ വേണ്ടി അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അത്രയേറെ സുഹൃത്ത് വലയങ്ങളുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതായത് OV വിജയൻ അടക്കമുള്ള, വൈക്കം മുഹമ്മദ് ബഷീറും NP മുഹമ്മദും അരവിന്ദനും അടക്കമുള്ള വ്യക്തികൾ, സക്രിയ അടക്കമുള്ള ആൾക്കാരുമായി അത്രയേറെ അഗാധമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന, അവരെ കോഴിക്കോട് ജില്ലയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രധാന കാരണക്കാരനായ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അല്പസമയത്തിന് മുന്നെയാണ് മരിക്കുന്നത്. ശേഷം 4 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര പരിപാടികളും നടപടികളും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ അതുല്യ പ്രതിഭയാണ്. സിനിമാ ലോകത്തിന് കോഴിക്കോട് ജില്ലയെ പരിചയപ്പെടുത്തിയ, സാഹിത്യ ലോകത്തിന് കോഴിക്കോട് ജില്ലയെ പരിചയപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ, എഴുത്തുകാരൻ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സാന്നിധ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു ചെലവൂർ വേണു. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് മേഘ്ന തന്നത്. പേമാരിയിൽ ഒറ്റപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുകയാണ് തൃശൂർ പാണഞ്ചേരി സ്വദേശി അംബിക. അമ്മയുടെ വിയോഗത്തിലും കടുത്ത